ഈ പകൽ നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം വലിയ ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തും. അതേ പ്രിയരെ, സാമ്പത്തികമായ മേഖലകൾക്കകത്ത് ദൈവത്തിൻ്റെ വലിയ വിസിറ്റേഷനുകൾ സംഭവിക്കുന്ന ഒരു പകൽക്കാലമായി ഈ പകൽക്കാലം മാറും. അത് പ്രാപിക്കണമോ? ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കണം. ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവനായി ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം വലിയ ഫിനാൻഷ്യൽ മേഖലകൾക്കകത്ത് ദൈവം വലിയ ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തും. ഇതുവരെയും നീ കാണാത്ത ചില ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുന്നു. വിശ്വസിക്ക്, ഈ പകൽക്കാലം ദൈവം അത് ചെയ്യും. അതേ പ്രിയരെ, നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശമായി ഈ പകലിലും നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ ദൈവമൊരുക്കുന്ന വലിയ അവസരങ്ങൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു പ്രൊഫറ്റിക്കൽ ചിന്ത, ഞാൻ ആ പദം വീണ്ടും പറയുകയാണ്, ഒരു പ്രവചന ദൂത് നിങ്ങളോട് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക, വിശ്വസിക്കുക. ഈ പകൽ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ ആകമാനം തിരിക്കാൻ ദൈവം തിരിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രവർത്തികളെ എൻ്റെ ദൈവം വെളിപ്പെടുത്തുന്ന പകലാക്കി മാറ്റും. പ്രിയരെ, ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി നിൻ്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. ആ വാക്യത്തിന് മുൻപിൽ ഒത്തിരി ഇന്നലകളിൽ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ വഴി നടത്തിയ ഒത്തിരി കാര്യങ്ങൾ ദൈവം മോശയിലൂടെ ഓർമ്മപ്പെടുത്തിയാണ് ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിനകത്ത് പറയുന്നത്. ഒരിക്കലും നിൻ്റെ കഴിവോ നിൻ്റെ കൈയുടെ ബലോ കൊണ്ട് സമ്പന്നൻ ആയി എന്ന് നീ പറയാതിരിക്കാൻ സൂക്ഷിക്കണം. നമ്മുടെ പലരുടെയും പരാജയം, നമ്മുടെ ഭവനങ്ങൾക്കകത്ത് സാമ്പത്തികമായ നന്മകൾ വെളിപ്പെടാത്തത്, നമ്മളൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് കയറി വരാത്തത്, നമ്മളൊരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് നമ്മുടെ ജീവിതത്തിനകത്ത് കയറി വരാത്തത്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് എവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തള്ളി മാറ്റിയിട്ട് സ്വയ ഇച്ഛകൾ അല്ലെങ്കിൽ സ്വയത്താൽ നമ്മുടെ ശക്തി കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ ബലം കൊണ്ട് പലതും നേടിയെന്ന് പറഞ്ഞഹങ്കരിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിനകത്താണ് വലിയ ഫിനാൻഷ്യൽ ഫ്രീഡം വെളിപ്പെടാതെ എവിടെയൊക്കെ ഫിനാൻഷ്യൽ ഒരു അടിമമുഖം പോലെ ഫിനാൻസ് മേഖലകൾ ഞെരുങ്ങുന്ന അവസ്ഥകളെ കാണുവാനിടയാകും. ഈ പകൽക്കാലം ഞാനൊരു എളിയ ദൈവദാസൻ എന്ന നിലയ്ക്ക് എന്നോട് ദൈവാത്മാവ് തന്നൊരു പ്രവചന ദൂത് നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, നിൻ്റെ ജീവിതത്തിനകത്ത് സാമ്പത്തികമായ ഡെലിവറൻസ് വേണമോ? ഈ പകൽക്കാലം ഈ സന്ദേശം നിൻ്റെ ഹൃദയത്തിനകത്ത് എഴുതിയിട്ടോണം. നിനക്ക് ഈ സന്ദേശത്തിനനുസരിച്ച് നിൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകൾ വന്നുപോയ കുറവുകളെ, ഇന്നലകൾ വന്നുപോയ പാകപ്പിഴകളെ ഒന്ന് വെട്ടി ഒന്ന് ശുദ്ധീകരിച്ച് ഈ പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് ഒന്ന് മുന്നേറാൻ കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിനകത്ത് വലിയ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ. ആരെങ്കിലും നിൻ്റെ കൂടാരത്തിനകത്തോ നിൻ്റെ കുടുംബത്തിനകത്തോ നിൻ്റെ സഭയ്ക്കകത്തോ നീയുമായി കണക്റ്റായി നിൽക്കുന്ന സ്നേഹിതരോ ആരെങ്കിലും ഫിനാൻഷ്യൽ മേഖലയിൽ നിരങ്ങുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കണം. അവരോട് പറയണം, ജീവിതം ക്രമീകരിക്കപ്പെടട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് സമ്പത്ത് നമുക്ക് ആവശ്യമാണ്, നന്മ നമുക്ക് ആവശ്യമാണ്. ഈ ലോകപരമായിട്ടുള്ള സമൃദ്ധിയിൽ അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് നേടണമെങ്കിൽ സമ്പത്തില്ലാതെ നമുക്ക് കഴിയത്തില്ല. പക്ഷേ പലരും ചിന്തിക്കുന്നത് നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ്, നമ്മുടെ പഠിപ്പ് കൊണ്ടാണ്, നമ്മുടെ കഴിവ് കൊണ്ടാണ്, നമ്മുടെ പ്രാപ്തി കൊണ്ടാണ് നമ്മൾ സമ്പന്നരാകുന്നു എന്ന്
പലരും ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ ലിറ്ററലി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, ഹാർഡ് വർക്ക് വേണ്ടെന്നല്ല, പഠനം വേണ്ടെന്നല്ല, വിദ്യാഭ്യാസം വേണ്ടെന്നല്ല, നീ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടെന്നല്ല. പക്ഷെ വചനം പറയുന്നത് സമ്പത്ത് നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നത് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ദൈവിക അനുഗ്രഹമാണ്. ആമേൻ. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കാൻ തയ്യാറാകണം. പ്രിയരെ, ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ നടത്തി അക്കമിട്ട് ദൈവം പറയുകയാണ്. പലരുടെയും ജീവിതത്തിനകത്ത് ദൈവം ഇന്നലകളിൽ വഴി നടത്തി. പക്ഷേ ഇന്നലകളിൽ നടന്നു വന്ന പാതകൾ അവർണ്ണനീയമായിരുന്നു, അസാധാരണമായിരുന്നു. പക്ഷേ ആ പാതകൾക്കകത്ത് ദൈവം നടത്തിയ വഴികളും ദൈവം കൊണ്ടുവന്ന വാതിലുകളും ദൈവം തുറന്നു കൊടുത്ത വാതിലുകളും വഴികളുമൊക്കെയും അവരുടെ ജീവിതത്തിൽ നാളുകളെത്തുമ്പോൾ ഇതെല്ലാം സ്വയം അവർ പ്രാപിച്ചെടുത്തത്, അല്ലെങ്കിൽ സ്വയം അവർ നേടിയെടുത്തതുപോലെയുള്ളൊരു അഹങ്കാരം, അല്ലെങ്കിൽ അവരുടെ സ്വന്തം കഴിവാണ്, പ്രാപ്തിയാണ്, പഠനം കൊണ്ടാണ്, കഴിവ് കൊണ്ടാണ് നമ്മൾ ഇതുവരെയൊക്കെ എത്തിയെന്ന് നമ്മുടെ ഹൃദയം കൊണ്ട് പറയാതിരിക്കാൻ നാം സൂക്ഷിക്കണം. കാരണം നമ്മുടെ ദൈവം തന്ന പലതും പലരിൽ നിന്നും നഷ്ടപ്പെടാൻ, പലരിൽ നിന്നും ദൈവം മടക്കിയെടുക്കാൻ അവിടെ ഹൃദയത്തിനകത്ത് ഉണ്ടായ പ്രൈഡ്, അഹംഭാവം, ആ ഒരു ആ ഒരു അഹങ്കാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ ഒരു പ്രൈഡ് അവരുടെ ജീവിതത്തിനകത്ത് വലിയ നാശം വിതച്ചപ്പോൾ, ഞാൻ ഈ പകൽക്കാലം ഞെരുങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? നല്ലൊരു ഭവനമില്ലാതെ, നല്ലൊരു വീടില്ലാതെ, നല്ലൊരു വസ്ത്രമില്ലാതെ, വിദ്യാഭ്യാസത്തിന് നിൻ്റെ തലമുറയ്ക്ക് കൊടുത്തുവിടാൻ പണം പോലും ഇല്ലാതെ ഞെരുങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ പകൽക്കാലം ദൈവത്തിൽ വിശ്വസിക്കാൻ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്ന ദൈവം നിന്നെ അധികത്തിൽ വിചാരകനാക്കും. ഇന്നലകളിൽ അനേകരുടെ ജീവിതത്തിനകത്ത്, അവിടെ അല്പത്തിനകത്ത് ദൈവം അവരുടെ ജീവിതത്തിനകത്ത് വർധനവ് വെളിപ്പെടുത്തിയത് അവർ വിശ്വസ്തരായിരുന്നത് കൊണ്ടാണ്. എവിടെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം വെളിപ്പെടുന്നത്? ആരാണോ അല്പത്തിൽ വിശ്വസ്തനാകുന്നത് അവൻ്റെ ജീവിതത്തിൽ മാത്രമേ എൻ്റെ ദൈവം അധികം കൈമാറാത്തുള്ളൂ. അല്പത്തിൽ പോലും വിശ്വസ്തരാകാതെ അധികം കൊതിക്കുന്ന പലരുമുണ്ട്. അല്പത്തിൽ പോലും വിശ്വസ്തരാകാതെ, ദൈവം കൊടുക്കുന്ന നന്മയിൽ പോലും വിശ്വസ്തത കാണിക്കാതെ പലരും അധികം ആഗ്രഹിക്കുന്നവരുണ്ട്, അധികം കൊതിക്കുന്നവരുണ്ട്. പക്ഷെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ മാത്രമേ നിനക്ക് അധികം എൻ്റെ ദൈവം തരത്തുള്ളൂ. ഈ പകൽക്കാലം ഈ സന്ദേശം ഞാൻ നിങ്ങളോട് കൈമാറുമ്പോൾ ഹൃദയത്തിനകത്ത് ഇന്നലകളിൽ ദൈവം നടത്തിയ വഴികൾക്കകത്ത് എവിടെയെങ്കിലും സ്വയം കൊണ്ടാണ് ഇതൊക്കെ നേടിയതെന്ന് പറയുന്ന ഏതെങ്കിലും മനോഭാവം നിൻ്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നീ അതിനെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ സറണ്ടർ ചെയ്തിട്ട് പറയണം, കർത്താവേ, അങ്ങ് തന്നതല്ലാതെ ഒന്നുമില്ല. അങ്ങ് തന്ന ഭവനം, അങ്ങ് തന്ന തലമുറകൾ, അങ്ങ് തന്ന നന്മകൾ അങ്ങ് തന്നതാണ്. ഈ ലോകത്തിൽ സകലതും അങ്ങ് നൽകിയതാണ്. അങ്ങ് തരാത്തതായി ഒന്നുമില്ലെന്ന് പറയാൻ നിൻ്റെ ഹൃദയം കൊണ്ട് നിനക്ക് കഴിയുമെങ്കിൽ നിന്നെപ്പോലെ ധന്യനായ ഒരു മനുഷ്യനില്ല. തീർച്ചയായും ദൈവം നിന്നെ മാത്രമല്ല നിൻ്റെ തലമുറകളെയും അനുഗ്രഹിക്കും. നിന്നെ മാത്രമല്ല നിൻ്റെ തലമുറകളെയും എൻ്റെ ദൈവം നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ദാവീദിൻ്റെ രാജ്യത്വം സ്ഥിരമാക്കിയതുപോലെ, ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവൻ്റെ തലമുറകളിൽ ഒന്നും ഇല്ലാതെ വരത്തില്ലെന്ന് ദൈവം പറഞ്ഞതുപോലെ നിൻ്റെ ജീവിതത്തിനകത്തും അതുപോലുള്ളൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. അതേ പ്രിയരെ, മോശ പറയുകയാണ്, നിങ്ങളുടെ ശക്തി കൊണ്ടോ നിങ്ങളുടെ കൈയുടെ ബലം കൊണ്ടോ നിങ്ങൾ സമ്പന്നരായി എന്ന് പറയാതിരിപ്പാൻ, നിങ്ങളുടെ ഹൃദയം കൊണ്ട് പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. ഇറ്റ്സ് എ റിമൈൻഡർ. ചിന്തിക്കണമേ, അത് മോശ അവരോട് കൃത്യമായി പറയണം, നിങ്ങൾ സൂക്ഷിക്കണം. ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. കാരണം ദൈവമാണ് ഇതുവരെ കൊണ്ടുവന്നത്. നിങ്ങളുടെ വസ്ത്രം ജീർണിച്ചു പോകാതെ, നിങ്ങളുടെ ചെരുപ്പ് തേഞ്ഞു പോകാതെ മന്ന നൽകി, കാടപ്പക്ഷി നൽകി ഇതുവരെയും കൊണ്ടുവന്നത് ദൈവമാണ്. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ, ഏത് രാജ്യത്തിരുന്ന് ഈ സന്ദേശം കേട്ടാലും, എവിടെ ഇരുന്ന് ഈ സന്ദേശം കേട്ടാലും ഹൃദയം കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറയാമോ, കർത്താവേ, ഞാൻ ധരിക്കുന്നത്, ഞാൻ ഭക്ഷിക്കുന്നത്, ഞാൻ പാർക്കുന്നത്, എൻ്റെ കയ്യിലുള്ള സകല നന്മകളും അതെൻ്റെ കർത്താവ് തന്നതാണ്. കർത്താവ് തരാത്തതൊന്നും ഈ പകൽക്കാലം എൻ്റെ ജീവിതത്തിലില്ല, എൻ്റെ തലമുറയുടെ ജീവിതത്തിലില്ല, എൻ്റെ കുടുംബത്തിലില്ല. വിശ്വസിക്ക്. നീ അങ്ങനെ ഒരു തീരുമാനത്തോടുകൂടെ, അങ്ങനെ ഒരു പ്രാർത്ഥനയോടുകൂടെ നിൻ്റെ ജീവിതത്തിനകത്തൊരു തീരുമാനം ഉയർന്നു കഴിഞ്ഞാൽ അസാധാരണമായൊരു ദൈവപ്രവൃത്തി നിൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. വിശ്വസിക്കുക പ്രിയരെ. വചനം പറയുന്നു,
ആമേൻ അബ്രഹാം ബഹു സമ്പന്നനായിരുന്നു. എന്തുകൊണ്ട് അബ്രഹാം സമ്പന്നനായി മാറി? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് എന്തുകൊണ്ടാണ് അബ്രഹാം സമ്പന്നനായി മാറിയതെന്ന്? വചനം ഇങ്ങനെ പറയുന്നു. ലോത്തിനെയും കുടുംബത്തെയും ജാതീയ രാജാക്കന്മാർ 5 രാജ്യങ്ങൾ ചേർന്ന് പിടിച്ചു കൊണ്ടുപോകത്തക്ക നിലവാരത്തിൽ ലോത്തിനെയും കുടുംബത്തെയും പിടിച്ചു കൊണ്ടുപോവുകയാണ്. 5 രാജ്യങ്ങളെ തച്ചുടച്ച് 5 രാജ്യങ്ങളും ഒരുമിച്ച് ലോത്തിനും കുടുംബത്തിനും ആ ദേശത്തിന്, അങ്ങനെ വേണമെങ്കിൽ പറയാം, അവർ പാർക്കുന്ന ആ ദേശം മുഴുവനും കൊള്ളയിട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂടെ അബ്രഹാമിൻ്റെ കൂടാരത്തിനകത്ത് ഉണ്ടായിരുന്ന ലോത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച ലോത്തിനെയും കൂടാരത്തെയും സോദോമിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അബ്രഹാം ഈ വാർത്ത കേട്ടിട്ട് അബ്രഹാം ചാടി എഴുന്നേറ്റ് അബ്രഹാമിൻ്റെ കൂടെയുള്ള അഭ്യാസികളായ 300-ൽ പരം പേരെയും കൊണ്ട് ലോത്തിനെ രക്ഷിക്കേണ്ടതിന് എത്ര പേർക്കെതിരെ? 5 രാജ്യങ്ങൾക്കെതിരെ അബ്രഹാം ഒറ്റയ്ക്ക് അബ്രഹാമിൻ്റെ കൂടെയുള്ള അഭ്യാസികളുമായ 300-ൽ പരം പേരുമായിട്ട് അവൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ലോത്തിനെ അബ്രഹാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ ധൈര്യത്തോടുകൂടെ രക്ഷിച്ച് കൊണ്ടുവരുമ്പോൾ ലോത്തിനെ രക്ഷിച്ച് വരുന്ന താഴ്വരയിൽ നിന്ന് കയറി വരുന്നത് കാണുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു. ശാലേം രാജാവ് അബ്രഹാമിനെ എതിരേറ്റ് ചെല്ലുകയാണ്. ശാലേം രാജാവും മറ്റു രാജാക്കന്മാരും അബ്രഹാമിനെ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ അബ്രഹാം അവിടെ ചെന്ന് നിൽക്കുമ്പോൾ സോദോം രാജാവ് പറയുന്നൊരു പദമുണ്ട്. സോദോം രാജാവ് അബ്രഹാമിനെ നോക്കി പറയുന്നൊരു പദമുണ്ട്. അബ്രഹാമേ, ഈ ആടുകളെ എനിക്ക് തരിക, ഈ വ്യക്തികളെ എനിക്ക് തരിക, നീ പിടിച്ചു കൊണ്ടുവന്ന നിൻ്റെ ജനത്തെ എനിക്ക് തരിക, ഞാൻ നിന്നെ സമ്പന്നനാക്കാം, ഞാൻ നിനക്ക് സമ്പത്ത് തരാം, ആടുകളെ എനിക്ക് തരിക. ആടുകളെ എനിക്ക് തരിക, ഞാൻ നിനക്ക് സമ്പത്ത് തരാം. അബ്രഹാം പറയുന്നൊരു മറുപടിയുണ്ട്. സോദോം രാജാവേ, നാളെയിൽ നീ എന്നെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിക്കേണ്ടതിന് നിൻ്റെ ചെരുപ്പാകട്ടെ, ചെരുപ്പിൻ്റെ വാറാകട്ടെ ഞാൻ എടുക്കുകയില്ല. ഒരു ഭക്തൻ്റെ തീരുമാനം കണ്ടോ? നീ എന്നെ സമ്പന്നനാക്കിയെന്ന് ഒരിക്കലും നീ പറയാതിരിക്കേണ്ടതിന് നിൻ്റെ ചെരുപ്പ് പോലും ഞാൻ എടുക്കത്തില്ല, നിൻ്റെ ഒരു നന്മയും എനിക്ക് വേണ്ട, ഞാൻ ഈ ആടുകളെ നിനക്ക് തരത്തുമില്ല. ആ ഒരു ഭക്തൻ്റെ കോൺഫിഡൻസ് കണ്ടോ? പറയുന്നതാരാ? ഒരു രാജാവാണ് പറയുന്നത്. നന്മ തരാമെന്ന് എന്ന് പറഞ്ഞ രാജാവിൻ്റെ കൊട്ടാരത്തിലുള്ള ഭണ്ണാരത്തിലുള്ള നന്മ അബ്രഹാമിൻ്റെ മുൻപിൽ നിരത്തി വച്ചിട്ട് രാജാവ് പറയുകയാണ്, നിന്നെ ഞാൻ സമ്പന്നനാക്കാം. പക്ഷെ അബ്രഹാമിനൊരു വെളിപ്പാടുണ്ടായിരുന്നു. എന്നെ സമ്പന്നനാക്കുന്നവൻ ഉയരെയുള്ളവനാണ്. ഈ പകൽക്കാലം ദാരിദ്ര്യം നിറഞ്ഞ വീട്ടിനകത്താണ് ഈ സന്ദേശം കേൾക്കുന്നത്. ഒരുപക്ഷെ ഒരു മാറിയെടുക്കാൻ പോലും വസ്ത്രമില്ലാതെ നിന്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മാതാപിതാക്കളുടെ കണ്ണുനീർ നിറയുമെന്നും നീ ഞെരുങ്ങുന്ന അവസ്ഥ നിന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പഠനം മുടങ്ങിപ്പോകുമോ എന്ന് പോലും അറിയാതെ ഏതെങ്കിലും മേഖലകൾക്കകത്ത് ഞെരുങ്ങുന്ന ആരൊക്കെ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് എല്ലാം അടയപ്പെട്ടു പോയവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. ഒരു പ്രതീക്ഷയുമില്ലാതെ എല്ലാം തകർന്നു പോയവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. സ്നേഹിത, നിന്നെ സമ്പന്നനാക്കുന്നത് ഈ ലോകത്തിൻ്റെ ഭണ്ണാരമല്ല. നീ ലക്ഷ്യമിടേണ്ടത് ഈ ലോകത്തിൻ്റെ ഭണ്ണാരമല്ല. നിന്നെ വഴി നടത്തുന്നത് ഈ ലോകത്തിൻ്റെ ഭണ്ണാരത്തിലെ നന്മകളല്ല. നിന്നെ വഴി നടത്തുന്നത് ഈ ലോകത്തിലെ മനുഷ്യരല്ല. നിന്നെ വഴി നടത്തുന്നത് സ്വർഗീയ ഭണ്ണാരത്തിലെ നന്മയാണ്. നിന്നെ വഴി നടത്തുന്നത് സ്വർഗമാണ്. ഈ പകൽക്കാലം വിശ്വസിക്കുക. മാനുഷികമായ കരങ്ങൾ എല്ലാം നിൻ്റെ മുൻപിൽ പിൻവലിക്കപ്പെടും. ഒരുപക്ഷെ നിന്നോട് വാഗ്ദാനങ്ങൾ പറഞ്ഞവർ കണ്ടേക്കാം. ഞാൻ ഇന്ന രാജ്യത്തെത്തുമ്പോൾ, എനിക്ക് നന്മയുണ്ടാകുമ്പോൾ, എനിക്ക് അനുഗ്രഹമുണ്ടാകുമ്പോൾ തീർച്ചയായും ഞാൻ നിന്നെ ഓർക്കും, ഞാൻ നിൻ്റെ ശുശ്രൂഷയെ ഓർക്കും, നിൻ്റെ കുടുംബത്തെ ഓർക്കും, നിൻ്റെ തലമുറകളെ ഓർക്കും. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്തു തരാം. ഞാൻ ഇന്ന ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത് ചെയ്തു തരാം. ഞാൻ ഇന്ന ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇന്നത് ചെയ്തു തരാം എന്നൊക്കെ പറയുന്ന 100 മോഹന വാഗ്ദാനങ്ങൾ തന്ന 100 വ്യക്തികൾ നിന്റെ ജീവിതത്തിൻ്റെ മുൻപിൽ എത്തിയേക്കാം. പ്രിയരെ, ശുശ്രൂഷയുടെ വേളകൾക്കകത്ത് ഇന്നും ഈ പ്രഭാതത്തിലും ഞാൻ ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചതാണ്. എത്രയോ വാഗ്ദാനങ്ങൾ
കാര്യങ്ങൾ എത്രയോ വ്യക്തികൾ നമ്മുടെ മുൻപിൽ ചെയ്യുമ്പോഴും പലപ്പോഴും അവർ നമ്മെ കണ്ടിട്ട് പോലും കാണാതെ വഴിമാറുന്ന സീസണുകൾ വെളിപ്പെടുമ്പോഴും ഒരു ഉറപ്പ് ഞാൻ പറയാൻ കേട്ടോ, വാഗ്ദാനം തന്നവർ പലരും വാക്കുമാറുമ്പോൾ, തരാമെന്ന് പറഞ്ഞവർ വഴിമാറുമ്പോൾ, കൂടെ കാണുമെന്ന് പറഞ്ഞവർ വഴിമാറുമ്പോൾ ഒരു ഉറപ്പ് ഞാൻ പറയാം, എൻ്റെ ദൈവത്തിന് അതിൻ്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. ചില വ്യക്തികളൊക്കെ നന്മ തന്നാലേ, ചില വ്യക്തികളൊക്കെ നിനക്ക് നിന്നെ സമ്പന്നനാക്കിയാലേ, ചില വ്യക്തികൾ നിനക്ക് വീട് വെച്ച് തന്നാൽ, നിനക്ക് വിദ്യാഭ്യാസത്തിന് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ, ചില വ്യക്തികൾ നിൻ്റെ വിവാഹത്തിന് വേണ്ടിയുള്ള വഴികൾ അവർ ചെയ്തു തന്നു കഴിഞ്ഞാൽ, ചില വ്യക്തികൾ നിൻ്റെ പഠനത്തിനോ നിൻ്റെ ആവശ്യത്തിനോ നിൻ്റെ ബിസിനസ്സിനോ വേണ്ടി നന്മകൾ തന്നു കഴിഞ്ഞാൽ, നീ നാളെ വളരുമ്പോൾ അവരെല്ലാവരും പറയും, അവരുടെ പണം കൊണ്ടാണ് നീ വളർന്നത്, അവരുടെ നന്മ കൊണ്ടാണ് നീ വളർന്നത്, അവർ തന്നതുകൊണ്ടാണ് നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത്, അവർ തന്നതുകൊണ്ടാണ് നിൻ്റെ തലമുറയ്ക്ക് ഭാവി ഉണ്ടായത്, അവർ തന്നതുകൊണ്ട് എണ്ണി കണക്കുകൾ എണ്ണി നിന്നെ നോക്കി പറയും. അതുകൊണ്ട് എൻ്റെ ദൈവത്തിന് അത് മുന്നമേ അറിയാവുന്നത് കൊണ്ട് പല നന്മകളും ബ്ലോക്ക് ചെയ്തത്, പല നന്മകളും എൻ്റെ ദൈവം അടച്ചത്. അബ്രഹാം പറയുക, നീ എന്നെ സമ്പന്നനാക്കിയത്, നീ നാളെ ആരോടും പറയരുത്, അതെനിക്കറിയാം. നീ പറഞ്ഞു നടക്കും, ഹേ അബ്രഹാമില്ലേ, മെസ്സപ്പൊട്ടോമിയുടെ മണ്ണിൽ നിന്ന് കുടിയേറി വന്ന് കൂടാരത്തിൽ പാർത്ത് ജീവിച്ചവൻ, അവനെ ഞാനാണ് സമ്പന്നനാക്കിയെന്ന് സോദോം രാജാവേ നീ നാളുകളിൽ പറയും. അതുകൊണ്ട് നീ പറയാതിരിക്കേണ്ടതിന് നിന്റെ സമ്പത്ത് എനിക്ക് വേണ്ട, നിന്റെ നന്മ എനിക്ക് വേണ്ട. എൻ്റെ നന്മ തരുന്നത് ഉടയവനാണ്, എന്നെ സമ്പന്നനാക്കുന്നത് ഉടയവനാണ്. പ്രിയരെ, ആ അബ്രഹാമിൻ്റെ ആ വാക്ക് നിങ്ങൾ ആ ഉൽപ്പത്തി പുസ്തകം പോയി വായിക്കണം. അബ്രഹാം പറഞ്ഞ ആ വാക്ക് പറഞ്ഞു തീരുന്ന അധ്യായം കഴിഞ്ഞ് അടുത്ത അധ്യായം 1-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് വചനം പറയുന്നത്. യഹോവ അബ്രഹാമിൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് പറഞ്ഞത്, അബ്രഹാമേ, ഞാൻ നിനക്ക് പരിചയം അതിമഹത്തായ പ്രതിഫലമാണ്. അബ്രഹാമേ, സോദോം രാജാവ് നിനക്ക് മുൻപിൽ വച്ച നന്മ നീ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ലോകത്തിൻ്റെ നന്മകളല്ല നിന്നെ സമ്പന്നനാക്കുന്നതെന്ന് നീ ഹൃദയം കൊണ്ട് തീരുമാനമെടുത്ത് വായി തുറന്ന് അവിടെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? നീ ലോകത്തിലെ നന്മകളിൽ ആശ്രയിക്കാത്തത് കൊണ്ട് എടാ, ഞാൻ നിനക്ക് അതിമഹത്തായ പ്രതിഫലമാകും. അബ്രഹാമിനോട് പറയുക, ലോകത്തിലെ വ്യക്തികളല്ല നിന്റെ പ്രതിഫലം, ഞാൻ നിനക്ക് സമ്പന്നനാക്കും, ഞാൻ നിനക്ക് അതിമഹത്തായ പ്രതിഫലമാക്കും. അർത്ഥം, ഞാൻ നിന്നെ സമ്പന്നനാക്കി മാറ്റും. ഈ പകൽക്കാലം ദൈവാത്മാവിലൊരു ദൂത് കൈമാറാം. മനുഷ്യൻ വാക്കുമാറും. പല മനുഷ്യരും, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ, തരാതിരിക്കുന്നത് നല്ലതാണ്. ഇച്ചിരി നെരുങ്ങിയാൽ, ഇച്ചിരി കരഞ്ഞാൽ ദൈവത്തോടുള്ള ബന്ധം ആഴത്തിൽ ഉറക്കുകയല്ലേ ചെയ്യുന്നേ. ഭാരപ്പെടണ്ട. ഈ പകൽക്കാലം ദൈവം നിന്നെ സമ്പന്നനാക്കി മാറ്റും, നിൻ്റെ തലമുറയെ സമ്പന്നനാക്കി മാറ്റും. എൻ്റെ ദൈവം നിൻ്റെ കൂടാരത്തെ വർദ്ധിപ്പിക്കും, നിൻ്റെ നന്മയെ വർദ്ധിപ്പിക്കും. ഒരു കാലത്ത് നിൻ്റെ ദൈവം നിൻ്റെ അവസ്ഥകളെല്ലാം മാറി ഒരു സമ്പന്നനാക്കി നിന്നെ മാറ്റുമ്പോൾ നീ നാളുകളിൽ പറയും, എൻ്റെ ദൈവമാണ് എന്നെ അനുഗ്രഹിച്ചത്, എൻ്റെ പ്രതിഫലം എൻ്റെ ദൈവമായിരുന്നു. അത് പറയേണ്ടതിന് മനുഷ്യൻ്റെ കൈ നോക്കരുതേ. മനുഷ്യൻ തന്നാൽ പറയും, അവരെ വളർത്തിയത് ഞാനാണ്, അവരെ ഉയർത്തിയത് ഞാനാണ്, അവരെ ഈ നിലവാരം എത്തിച്ചത് ഞാനാണ്. നോ, നിനക്ക് പറയാനൊരു സാക്ഷ്യമുണ്ടാകട്ടെ. എൻ്റെ കൈ കൊണ്ടല്ല, എൻ്റെ ശക്തി കൊണ്ടല്ല, എൻ്റെ ബലം കൊണ്ടല്ല, എൻ്റെ ദൈവമാണ് എന്നെ സമ്പന്നനാക്കിയത്. നീ ഒരിക്കലും പറയരുത്, നിൻ്റെ ശക്തി കൊണ്ട്, നിൻ്റെ ബലം കൊണ്ട്, നിൻ്റെ കൈകളുടെ ബലം കൊണ്ടാണ് നീ സമ്പന്നനായി എന്ന് ഹൃദയം കൊണ്ടുപോലും പറയരുത്. ഈ പകൽക്കാലം വലിയ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂകൾ സംഭവിക്കും. ഏതോ മനുഷ്യൻ തരുന്നതല്ല, ഏതോ മാനുഷികമായ ഭണ്ഡാരങ്ങൾ തുറക്കുന്നതല്ല, ദൈവത്തിൻ്റെ ഭണ്ഡാരം തുറക്കും. ദൈവത്തിൻ്റെ ഭണ്ഡാരം ചോദിച്ചു കൊള്ളുക. രാജ്യങ്ങളെ അവകാശമാക്കി, പട്ടണങ്ങളെ കൈവശമാക്കി തരാമെന്ന് പറഞ്ഞ കർത്താവ്, ഞാൻ നിൻ്റെ തലമുറകൾക്ക് പുരാതന ശൂന്യങ്ങളെ പണിയത്തക്ക നിലവാരത്തിൽ അവരെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ കർത്താവ്, ഇന്ന് പകലിലും നിൻ്റെ ജീവിതത്തിനകത്ത് വലിയ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂകൾ ചെയ്യാൻ വിശ്വസ്തനാണ്. ഈ പകൽക്കാലം വിശ്വസിക്ക്. ചില സാമ്പത്തിക മേഖലകൾക്കകത്ത് വലിയ വിസിറ്റേഷനുകൾ സംഭവിക്കും. എവിടെ വിസിറ്റേഷൻ സംഭവിക്കും? നീ മനുഷ്യനിലെ ആശ്രയം കുറയുമ്പോൾ, മനുഷ്യനിലെ ആശ്രയം നിർത്തുമ്പോൾ, സ്വയാശ്രയം നിർത്തുമ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തിലേക്ക് നിൻ്റെ ആശ്രയം മാറുമ്പോൾ എൻ്റെ ദൈവം അസാധാരണമായ വഴി നിനക്ക് വേണ്ടി നാളെയല്ല ഈ പകൽ വെളിപ്പെടും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്.
സാമ്പത്തികമായി ഞെരുങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. വിദ്യാഭ്യാസമോ ഫിനാൻഷ്യലിയോ ഏത് മേഖലകൾക്കകത്ത് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പകൽക്കാലം എൻ്റെ ദൈവം എന്നോട് പൂർണ്ണമായൊരു ബോധ്യം തന്നിട്ടാണ് ഞാൻ നിങ്ങളോട് കൈമാറുന്നത്. വലിയ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂകൾ നടക്കും. നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഫണ്ടുകൾ നിനക്ക് വേണ്ടി ദൈവം റിലീസ് ചെയ്യും. നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത മേഖലകൾക്കകത്ത് ദൈവത്തിൻ്റെ റിസ്റ്റോറേഷനുകൾ സംഭവിക്കും. ദൈവം ചിലതിനെ റീബിൽഡ് ചെയ്യും. ആ തരത്തിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ചിന്തിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ നിൻ്റെ കയ്യിൽ നന്മ വരത്തക്ക നിലവാരത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. എൻ്റെ കൂടെ ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? സ്വർഗീയം അല്ല കർത്താവേ, ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കൈയുടെ അധ്വാനം കൊണ്ടോ ഞങ്ങളുടെ കൈയുടെ ബലം കൊണ്ടോ ഒന്നും അല്ലപ്പ ഞങ്ങൾ സമ്പന്നരാകുന്നത്. ഞങ്ങളുടെ കയ്യിൽ നന്മ വരുന്നത് അങ്ങാണ് ഞങ്ങളുടെ പ്രതിഫലം. അങ്ങാണ് ഞങ്ങളുടെ അതിമഹത്തായ പ്രതിഫലം. ഞങ്ങൾ സ്വർഗീയ ഭണ്ഡാരം കണ്ടിറങ്ങിയവരാണ്. ഞങ്ങൾ സ്വർഗീയ ഭണ്ഡാരം കണ്ട് യാത്ര തിരിച്ചവരാണ്. ഈ നിമിഷം ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുകയാണ്. എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഫിനാൻഷ്യലി ഇപ്പോൾ ഞെരുങ്ങുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ വലിയ ഫിനാൻഷ്യൽ ഫ്രീഡങ്ങൾ സംഭവിക്കട്ടെ. അസാധാരണമായ മൂവുകൾ അവരുടെ ജീവിതത്തിനകത്ത് ചെയ്യട്ടെ. ഈ നിമിഷം ഞാൻ ആത്മാവിൽ കൽപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടട്ടെ. ഇൻ ദി നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ ആ വചനമയച്ചു ബ്ലസ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ കൃപ ആഴമായി ചലിക്കട്ടെ. ഈ നിമിഷം മുതൽ ദൈവപ്രവർത്തികൾ അവരുടെ കൂടാരത്തിനകത്ത് സംഭവിക്കും. ഇതുവരെയും കാണാത്ത ചില മേഖലകൾ അവർക്ക് വേണ്ടി തുറന്നു വരട്ടെ. ഇപ്പോൾ ഞാൻ ആ ജനങ്ങളെ മുഴുവനും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ ഫേവർ ചലിക്കട്ടെ. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. അതേ പ്രിയരെ, വിശ്വസിക്കുക, ദൈവം നിനക്ക് വേണ്ടി ഈ പകൽക്കാലം വലിയ ഫിനാൻഷ്യൽ ഫ്രീഡം നിനക്ക് വേണ്ടി ഒരുക്കും. ആരാണ് നമ്മുടെ പ്രതിഫലം? സ്വർഗമാണ് നമ്മുടെ പ്രതിഫലം. ആരാണ് നമ്മെ സമ്പന്നരാക്കുന്നത്? ദൈവമാണ് നമ്മെ സമ്പന്നരാകുന്നത്. മനുഷ്യനിലുള്ള ആശ്രയം കുറയട്ടെ, ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിക്കട്ടെ. അപ്പോൾ ദൈവം നിനക്കൊരു അതിമഹത്തായ പ്രതിഫലമായി മാറും. വിശ്വസിക്ക്. ദൈവദാസനെ, എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം. ഞാൻ ഫിനാൻഷ്യലി ഒത്തിരി ഞെരുങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് വിഷയമാണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ഒരു വാക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. എനിക്കറിയാം ഒത്തിരി ട്രൈ ചെയ്യുന്നവരുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കും. നിങ്ങൾ വിളിക്കുക, ഉറപ്പായും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ റെഡിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ പ്രഭാതത്തിലും ഇതുപോലെ സന്ദേശം നിങ്ങളുടെ അടുക്കൽ ദൈവത്താൽ കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കേൾക്കണമെങ്കിൽ, അത് സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാം. ഗോഡ് ബ്ലസ് യു. ആമേൻ.